വെൽക്കം ബാക്ക് ടു ബി ലൈക്ക് ബട്ടർഫ്ലൈസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്കിൻ വൈറ്റനിങ് ഓയിലാണ്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്ലീസ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്കിതിന് വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പകുതി ബീറ്റ്റൂട്ടും പിന്നെ ക്യാരറ്റുമാണ്. ക്യാരറ്റ് നമ്മൾ ബീറ്റ്റൂട്ട് നമ്മൾ ചീവി എടുത്തതിന് ശേഷം എന്തോരം അളവുണ്ടോ അത്രയും തന്നെ ക്യാരറ്റ് മതി. അപ്പോൾ ഞാൻ ഒന്നര ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ക്യാരറ്റും ഒരു ചെറിയ ക്യാരറ്റും. അപ്പോൾ എടുത്തപ്പോഴത്തേക്കും എനിക്ക് ഒരു ക്യാരറ്റ് മതിയായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ മറ്റേത് മാറ്റി വെച്ചു. അപ്പോൾ ഇത്രയും നമ്മൾ എടുക്കുക. എന്നിട്ട് നമുക്ക് ചീൻചട്ടി വെച്ച് അത് ചൂടാക്കി അതിലേക്ക് നമുക്ക് ഈ ചീവി വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീട്രൂട്ടും ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഞാൻ ഇപ്പോൾ ഒലീവ് ഓയിൽ എൻ്റെ കയ്യിൽ കുറച്ച് ഇരിപ്പുള്ളത് കൊണ്ട് ഞാൻ ഒലീവ് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ഒലീവ് ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരേ അളവിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വേണ്ട, കാരണം നമുക്കിത് പിഴിഞ്ഞ് നമുക്ക് ക്യാരറ്റിൻ്റെ ബീട്രൂട്ടിൻ്റെ സത്താണ് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് ഓയിൽ അധികം ഒഴിക്കണ്ട. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ മതി. ഇനി നമുക്കിത് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മാത്രമാണ് നമുക്കിത് അരിപ്പയിൽ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് ആ ഓയിൽ കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റിയ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. കണ്ടില്ല, അത്യാവശ്യം നന്നായിട്ട് എണ്ണ നന്നായിട്ട് കിട്ടുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വേവിച്ച് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം, ഒന്ന് ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഒന്നുകിൽ ഇതുപോലെ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു കോട്ടൻ്റെ തുണിയിൽ വൈറ്റ് തുണി ഉണ്ടെങ്കിൽ അതിലേക്ക് എല്ലാം കൂടി അങ്ങ് ഇട്ടിട്ട് പിഴിഞ്ഞങ്ങ് എടുത്താൽ മതി. കിഴി പോലെ ആക്കിയിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഇതിലും കൂടുതൽ നല്ലത്, കാരണം നന്നായിട്ട് ആ ഓയിൽ നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും ഓയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐറ്റംസും കൂടെ ആഡ് ചെയ്യണം. വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, അത് ഓപ്ഷണലാണ്. പക്ഷേ കുറച്ചും കൂടെ നല്ലതാണ് ഇതൊക്കെ ചേർക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 3 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇല്ലെങ്കിൽ വൈറ്റമിൻ ഇ ഓയിൽ ഇരിപ്പുണ്ടെങ്കിൽ അതാണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 സ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ആക്നെ പ്രോൺ സ്കിന്നിന്, ഓയിലി സ്കിന്നിന് പറ്റിയ ഒരു എസൻഷ്യൽ ഓയിൽ ഉള്ളത് കൊണ്ട് ഞാനിതൊരു 2-3 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ നോക്കുക കേട്ടോ. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിത് ഇട്ട് വയ്ക്കാൻ പറ്റിയ ഒരു നല്ലൊരു ബോട്ടിൽ വേണം. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലിനെക്കാട്ടും ചില്ലിൻ്റെ ഗ്ലാസ് ബോട്ടിലിൽ ഇട്ട് വയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലൊരു ചെറിയ ബോട്ടിലാണ്. ഇത് ആൽമണ്ട് ഓയിലിൻ്റെ ബോട്ടിൽ ഇരുന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്കാണ് മാറ്റുന്നത്. കണ്ടോ, അപ്പോൾ ഇതുപോലെ ഒരു കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കുക. അത്യാവശ്യം നല്ല ടൈറ്റ് ക്യാപ്പുള്ള കുപ്പിയിലേക്ക് തന്നെ നിങ്ങൾ വെക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു സെറത്തിൻ്റെ കുപ്പിയാണുള്ളത്. സെറത്തിൻ്റെ റോസിപ്പ് സെറം എന്ന് പറഞ്ഞിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഒരു സെറത്തിൻ്റെ ബോട്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇതുപോലത്തെ കുപ്പിയിലേക്ക് നിങ്ങൾക്ക് വെക്കാം. അപ്പോൾ ഇതിൽ ഫില്ലർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫില്ലർ വെച്ചിട്ട് നിങ്ങൾക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ രാത്രിയോ അല്ലെങ്കിൽ എപ്പോഴും ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഭയങ്കര എഫക്റ്റീവാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ നാൽപ്പാമരാതി ഓയിൽ അപ്ലൈ ചെയ്യില്ലേ, അതുപോലെ അപ്ലൈ ചെയ്യാൻ ഭയങ്കര നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.